നമസ്കാരം. ചിലരുടെ സ്വഭാവം എത്രയായാലും മാറില്ല. അതിന് എന്തൊക്കെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായാലും അവരുടെ ആ ഒരു തനതായ ഒരു സ്വഭാവമുണ്ട്. ജന്മസിദ്ധമായ ഒരു സ്വഭാവവും ശൈലിയുമുണ്ട്. ആ ശൈലി മാറില്ല. ആ ശൈലിയും സ്വഭാവവും മാറില്ല. അങ്ങനെ മാറാത്ത ഒരാളാണ്, വീണ്ടും വിചാരം ഉണ്ടാകാത്ത ഒരാളാണ് മുൻ മുഖ്യമന്ത്രിയും ധർമ്മടം MLA-യുമായ പിണറായി വിജയൻ. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് തോൽവി അറിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും നടപ്പും ശരീരഭാഷയും മുഖഭാവവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പരാജിതൻ്റെ മുഖഭാവമായിരുന്നു. അണികൾ പോലും തള്ളിക്കളഞ്ഞ് ഒടുവിൽ ഒരു ആശ്രയവുമില്ലാതെ ഗോവിന്ദൻ്റെ പിൻബലത്തിൽ നടന്ന വെറുമൊരു രാഷ്ട്രീയ നേതാവായി പിണറായി വിജയൻ മാറി. ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കിയ കാർണിവലിൽ 400 പോലീസുകാരുടെയും 40 അകമ്പടി വാഹനങ്ങളുടെയും ഇടയിൽ ചീറിപ്പാഞ്ഞ പിണറായി വിജയന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിൽ ട്രെയിനും കാത്തിരിക്കേണ്ടി വന്നത് അയാളുടെ ആ ധാർഷ്ട്യം കൊണ്ടാണ്. അന്നൊക്കെ നമ്മൾ കരുതിയത് പിണറായി വിജയൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും. കാരണം ഇത്രയധികം കനത്ത തോൽവി പാർട്ടിക്ക് നേരിട്ടിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരൻ താനാണെന്ന് അണികൾ തന്നെ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ പറയുന്നു. പാർട്ടിയിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ രാജിവെക്കണമെന്ന് പാർട്ടിയിൽ അഭിപ്രായമുയരുന്നു പലയിടങ്ങളിൽ നിന്നും. ഇതൊക്കെ പിണറായി വിജയനെ മാറ്റിമറിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. എന്നാൽ സംഭവിച്ചത് തിരിച്ചാണ്. പിണറായി വിജയൻ്റെ ആ തനതായ ധാർഷ്ട്യം, ആ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് അയാളെ കീറക്കടലാസിൻ്റെ വിലയുള്ള ഒരു രാഷ്ട്രീയക്കാരനാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും പിണറായി വിജയൻ അതിൽ നിന്നൊരു തിരുത്തൽ വരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ പറയുന്നത് LDF വീണ്ടും അയാളുടെ ആ ഒരു ഭീഷണി സ്വരം തുടങ്ങിയിട്ടുണ്ട്. അതായത് LDFനെ ആരും വിരട്ടാൻ നോക്കണ്ട, LDF ഇനിയും മടങ്ങി വരും, LDF അവസാനിച്ചു എന്ന് ആരും കരുതണ്ട. മുമ്പ് 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വന്നപ്പോൾ AK ആന്റണി പറഞ്ഞത് ഇനി 100 വർഷത്തേക്ക് UDF ഭരണത്തിൽ നിന്ന് മാറില്ല എന്നാണ്. വീണ്ടും മാറിയില്ലേ? LDF അധികാരത്തിൽ വന്നില്ലേ എന്നൊക്കെയാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് സോളാർ പരാതിക്കാരിയെ കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ മുഖ്യമന്ത്രിക്ക് നേരെ കൊടുത്തിട്ടുള്ള ഒരു പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു കുപ്രചാരണത്തിനൊടുവിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവരോധിതനായത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് അത് CPM-ൻ്റെ പ്രവർത്തന മേന്മ കൊണ്ടാണെന്നാണ്. അതിനെക്കുറിച്ച് എന്തായാലും കൂടുതൽ പറയാനില്ല. പിണറായി വിജയൻ്റെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ തിരിച്ചു വന്നതിൻ്റെ ഫലമാണ് SFI പ്രവർത്തകരൊക്കെ ഈ റോഡിൽ കാണിച്ചു കൂട്ടുന്നത്. ഇന്നലെയൊക്കെ എന്തുമാത്രം നമുക്ക് ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തികളാണ് സമരം എന്ന പേരിൽ ഈ ആഭാസന്മാർ കേരളത്തിലെ നിരത്തുകളിലും സെക്രട്ടേറിയറ്റിന് മുന്നിലുമൊക്കെ കാണിച്ചു കൂട്ടിയത്. പോലീസിനെ പോലും വെല്ലുവിളിക്കുന്നു, അപഹസിക്കുന്നു, അപമാനിക്കുന്നു. അത്തരത്തിലാണ് അവരുടെയൊക്കെ ഒരു പെരുമാറ്റം. എഴുന്നേറ്റ് നിന്ന് കീഴ്ശ്വാസം വിടാൻ കഴിവില്ലാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റ്, അവൻ്റെ പേരെന്താണ്, ശിവപ്രസാദ്. ഇവൻ്റെയൊക്കെ സംസാരവും ഇവൻ്റെയൊക്കെ മുഖഭാവവും ഇവൻ്റെയൊക്കെ ഒരു പ്രവൃത്തിയുമൊക്കെ കാണുമ്പോൾ ഈ പ്രസ്ഥാനം എന്താണ് ഈ നാടിന് നൽകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. എത്ര കുട്ടികളെയാണ് ഇവരൊക്കെ വഴിതെറ്റിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതിൻ്റെയൊക്കെ കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ധാർഷ്ട്യക്കാരനായ നേതാവ് തന്നെയാണ് എന്നുള്ളതാണ്. പരാജയത്തോടെ LDF അവസാനിച്ചു പോയി എന്ന് ചിലർ കരുതുന്നുണ്ട്. അങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്തുകൊണ്ട് ജനം ഇത്തവണ മാറ്റി നിർത്തി എന്ന കാര്യം വിശദമായി പരിശോധിക്കുകയാണ്. ഞങ്ങൾക്കുണ്ടായ കുറവുകളോ തെറ്റുകളോ കൃത്യമായി കണ്ടെത്തുകയും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. LDF ശക്തമായി തിരിച്ചു വരുമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്നൊക്കെയാണ് ഈ പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത്. LDF ഇനി ഒരിക്കലും ശക്തമായി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഏറ്റവും നല്ല ഉറപ്പുള്ളത് പിണറായി വിജയന് തന്നെയായിരിക്കും. കാരണം പശ്ചിമ ബംഗാളിൽ LDF നശിച്ച്, ഇടതുപക്ഷം നശിച്ചു പോയതിൽ പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. 1-2 33 കൊല്ലങ്ങളാണ് അവിടെ CPM പശ്ചിമ ബംഗാൾ ഭരിച്ചത്. ഒടുവിൽ ഒരു സീറ്റ് പോലും അവർക്കവിടെ ഇല്ലാതായി. പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തകരെ ക്ഷണിക്കാനായി പരസ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. പാർട്ടി ഓഫീസുകൾ മറ്റു പല സ്ഥാപനങ്ങളും നടത്താനായി വാടകയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. ആ അവസ്ഥയിലേക്ക് എത്തിയതിൽ നിന്ന് ഇപ്പോഴാണ് അവർക്ക് ഒരു സീറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി ഒരിക്കലും CPM-ന് അധികാരം കിട്ടില്ല, ഇടതുപക്ഷത്തിന് അധികാരം കിട്ടില്ല എന്നുള്ള കാര്യം പിണറായി വിജയന് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഇയാളോടൊപ്പം നിൽക്കാൻ കുറേ ആൾക്കാർ വേണം, അണികൾ വേണം. ഇപ്പോഴും തലയ്ക്ക് വെളിവ് വീഴാത്ത, വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറേ അന്തം കമ്മികളുണ്ട്. സമൂഹ മാധ്യമത്തിലൊക്കെ വന്ന പിണറായി വിജയനെയും സർക്കാരിനെയും ഒക്കെ മുൻ സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്നവരെ തെറി വിളിക്കുന്ന, കേട്ടാൽ അറയ്ക്കുന്ന, അസഭ്യം വിളിക്കുന്ന ചില അന്തം കമ്മികളുണ്ട്. ഇവരെയൊക്കെ കൂടെ നിർത്താൻ, ചിന്താശേഷിയില്ലാത്ത ഇവരെയൊക്കെ കൂടെ നിർത്താൻ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഗീർവാണങ്ങൾ ആവശ്യമാണ്. എന്തായാലും ഇത് തുടരണം. പിണറായി വിജയൻ്റെ ഈ ധാർഷ്ട്യം തുടരണം. പിണറായി വിജയൻ ഇതേ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകണം. എന്തായാലും ഇന്നലത്തെ പിണറായി വിജയൻ്റെ ആ അഹങ്കാരത്തിന് ഇന്ന് വെളുപ്പിനെ തന്നെ തിരിച്ചടി കിട്ടി എന്നുള്ളതാണ്. ED എന്തായാലും കയറി നിരങ്ങി തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലും മരുമകൻ്റെ കോഴിക്കോട്ടെ വീട്ടിലുമൊക്കെ. എന്തായാലും അച്ഛൻ്റെയും മകളുടെയും പോക്ക് ജയിലിലേക്കാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. പിണറായി വിജയൻ ഈ ശൈലി തുടരണം, അണികളും ഈ ശൈലി തുടരണം. കാരണം ജനങ്ങൾ നിങ്ങളെ ഓടിച്ചിട്ടടിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം.